അമ്മു, നീ വരുന്നോ? ഞാൻ പോവാ ടൗണിലേക്ക്. ഞാൻ വരാം അപ്പു. നീ ഇന്ന് നേരത്തെയാണോ? മാളുവിനോട് കൂടി ചോദിക്കട്ടെ. നീ അവിടെ നിന്നോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. മാളു എവിടെ അമ്മു? പെട്ടെന്ന് വരാൻ പറ, എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. അവിടെ ദാ ഇപ്പൊ വരും. ചായ കുടിക്കുക. ചേച്ചി പോവാം. മാളു, നീ എവിടത്തേക്കാണ് പോകുന്നത്? എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? നല്ല തിരക്കാ. മാളു, നിന്റെ കുസൃതിയൊന്നും വേണ്ടട്ടോ. ഇത് നിന്റെ വീടല്ല, ടൗണാണ്. ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം ക്രോസ് ചെയ്യാൻ. പറഞ്ഞത് കേട്ടല്ലോ, എൻ്റെ കൈ പിടിച്ച് നടക്കണം. ഇനി നിന്നെ ഇവിടുന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലേ നിന്റെ അച്ഛൻ എന്നോടാ ചോദിക്കുന്നത്. ഞാൻ അവിടെ സമാധാനം പറയേണ്ടത്. അവളുടെ ഒരു ചിരി. എന്തുമാത്രം ആപ്പിള, കണ്ടിട്ട് കൊത്തി വരുന്നു. ചേച്ചി, അപ്പൊ ചേട്ടാ, എനിക്ക് കൊത്തി വരുന്ന ആപ്പിള കണ്ടിട്ട് നമുക്ക് ആപ്പിള വാങ്ങാം. അയ്യോ പ്ലീസ്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എനിക്കപ്പോഴേ തോന്നി നിനക്ക് വിശക്കുമെന്ന്. അല്ലെങ്കിലും എനിക്ക് സംശയമുണ്ടടി, നിന്റെ വയറ്റിൽ കൊക്കപ്പുള്ളുണ്ടെന്ന്. നീ ഇപ്പൊ വരുമ്പോഴല്ലേ ചായ കുടിച്ചത്, പിന്നെ എങ്ങനെ വിശക്കുന്നത്? നിനക്ക് ഈ ആപ്പിള കണ്ടിട്ടുള്ള നുണയാ. സാരമില്ലമ്മോ, ഞാൻ കൊടുത്താളാം ബില്ല്. അവൾ അവിടുന്ന് ആപ്പിൾ വാങ്ങിക്കോട്ടെ. ശരി അപ്പു. എനിക്ക് വിശന്നിട്ട് തല ചുറ്റുന്നേ. ഇവക്ക് ഭ്രാന്താണെന്നാ തോന്നുന്നത്. ഹലോ, ആരുമില്ലേ? നിങ്ങൾക്ക് കുറച്ച് ആപ്പിൾ വേണമായിരുന്നു. क्या चाहिए आपको? ചേച്ചി, ഇയാൾ എന്താ പറയുന്നത്? ചായ കുടിക്കണോ എന്നാണോ? എന്താ ഇയാൾ പറയുന്നത്? ഈശ്വര, ഇതേത് ഭാഷയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഇതൊക്കെ എന്ത്? അദ്ദേഹം ഹിന്ദിക്കാരനാണ്. ഞാൻ സംസാരിക്കാം. ഹംകോ ആപ്പിൾ ചാഹിയേ? हाँ जी, बहुत अच्छा। सब है 200 रुपये किलो। അപ്പോൾ അയാളെന്താ സേവ് എന്ന് പറയുന്നത്? ആപ്പിൾ എന്താ സേവ് ചെയ്ത് വെക്കാനാ? അയ്യോ അതല്ല, അയാൾ പറയുകയാണ് ആപ്പിൾ തിന്നാൽ നമ്മൾ നല്ല സേഫ് ആയിരിക്കുമെന്ന്. കൊള്ളാം അപ്പച്ചേട്ടാ, അപ്പച്ചേട്ടനെ കണ്ടുപിടുത്തം. ഭായ്, ഈ ഒന്നിന് എത്രയാ? ഒന്നിന് ए हम है जी, आप बहुत मीठा है। ഈശ്വര, പെട്ടു. ഇതെന്താ പറഞ്ഞതപ്പോ? ഇതെങ്ങനെയാ അങ്ങോട്ട് പറയുന്നത്? ഓ, വലിയ ആളായതല്ലേ, നീ തന്നെ അങ്ങ് കൊടുക്കാൻ മറുപടി. അത് തുമാരാ ഹേ. അപ്പച്ചേട്ടാ, ചേച്ചി ഭയങ്കര ഹിന്ദിയാണല്ലോ. मेरा नाम रामसन। ആപ്പിളിന്റെ പേര് മാറ്റിയോ? അപ്പൊ നീ എങ്ങനെയെങ്കിലും എനിക്കൊന്നായി ആപ്പിൾ വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് പോവാം. അപ്പൊ നിനക്ക് സംസാരിച്ച് മതിയായോ? കറിയാക്കല്ലേ അപ്പോ? അല്ല, അയാൾ ഇടയ്ക്കിടയ്ക്ക് ആം ആം എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ? അത് ആം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മാമ്പഴം എന്നാണ് പറയുന്നത്. ബായ്, ഈ ആം നല്ല പഴുത്തതാണോ? हाँ जी, पक्का है, बिल्कुल पक्का है। അയ്യോ, ഞാൻ പറഞ്ഞത് മനസ്സിലായി. എനിക്ക് ഹിന്ദി അറിയാം. ശരി ഭായി, 1 കിലോ ആപ്പിൾ, 1 കിലോ മാമ്പഴവും താ. ये लो जी, कुल मिला के 300 रुपये हुआ। അമ്മു മാളു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അപ്പോ എന്താ പ്രശ്നം? പറയൂ. എൻ്റെ കയ്യിൽ ആകെ 100 രൂപയുള്ളൂ. ബാക്കി കാശ് വീട്ടിൽ പോയി എടുക്കണം. എൻ്റെ അപ്പോ, നീ ഇല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു? ഇതിനാണോ നീ നേരത്തെ വലിയ ചാട കാണിച്ചത്? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? क्या हुआ जी? पैसा? भाई, पैसे नहीं है, हम വീട്ടിൽ പോയിട്ട് लेके आएंगे. कोई बात नहीं जी,
आप लोग के बच्चा है ना, बाद में दे देना. ഏ, ഇതെന്താ പറയുന്നത്? അപ്പോ ഇയാൾ എന്താ ഇപ്പം പറഞ്ഞത്? അയാൾ പറഞ്ഞത് കോയ് ബാത് നെഹി എന്ന്, അതായത് കുഴപ്പമില്ല കുട്ടികളെ എന്ന്, കാശ് പിന്നെ തന്നാൽ മതി എന്ന്. ആവു, ഞാൻ പേടിച്ചു പോയി. ഹിന്ദിക്കാരൻ ബായ് സൂപ്പർ ആണല്ലോ. താങ്ക് യു ബായ്. അമ്മു വേഗം നടക്ക്, നേരം വൈകി. അച്ഛനും അമ്മയും നോക്കുന്നുണ്ടാവും. നീ ആ ബാഗൊക്കെ എടുത്തില്ലേ? അതിലാണ് ഞാൻ ആപ്പിൾ വെച്ചിരിക്കുന്നത്. ഓ, അതൊക്കെ ഞാൻ എടുത്തു. ആപ്പിൾ വേണ്ടത് അവൾക്ക്, അതെടുക്കേണ്ടത് ഞാൻ. അപ്പോ നീ വാ, വീട്ടിൽ കയറിയിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പോവാം. ഇവളെന്താ ഈ ബാഗ് തലയിൽ വെച്ചിരിക്കുന്നത്? എന്നാലും അപ്പു കാരണമാണ് നമുക്ക് ഫ്രൂട്ട്സ് എങ്കിലും കിട്ടിയത്. ഇല്ലെങ്കിൽ ബോംബ് എന്ന് കേട്ടിട്ട് ഞാൻ അപ്പോഴേ ഓടിയേനെ. അതൊക്കെ അത്രയേ ഉള്ളൂ. അടുത്ത തവണ പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഹിന്ദി പഠിച്ചു വരാം. വേണ്ട വേണ്ട, ഇങ്ങനെയുള്ള ഹിന്ദിയൊന്നും നമുക്ക് വേണ്ട. നടക്ക്, അവിടെ ഫ്രൂട്ട്സ് തിന്നാം.